പാർലമെന്റിൽ നരേന്ദ്രമോദിജിക്ക് പിന്തുണ നൽകാനുണ്ടാകും എന്നുള്ളതാണ്. ഒടുക്കം എന്നത് ഭിന്നിപ്പിച്ച് നമ്മളെ തോൽപ്പിക്കുന്ന പരിപാടി ഒടുങ്ങി. ഇനി ഭിന്നിപ്പിച്ച് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നാണ്. അതുകൊണ്ട് ആ ഭിന്നതകൾ ഉണ്ടാകില്ല. കഴിഞ്ഞ കുറെ മാസങ്ങളായി നമ്മളിലുണ്ടായ ഉണർവ് ശ്രീമതി ശോഭ സുരേന്ദ്രന്റെ റെക്കോർഡ് വിജയത്തിന് നാന്ദിയായിരിക്കും. അതിന് ആരും ഇടങ്കോലിടണ്ട. ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം വളരെ നട്ടെല്ലുയർത്തി ഏവരോടും ചൂണ്ടിക്കാണിച്ച് ഏറ്റവും പാവപ്പെട്ടവർക്കും രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും അടിസ്ഥാന വികസനത്തിനും വിദേശത്തുള്ള നമ്മുടെ അഭിമാനത്തിനും എല്ലാം ഒരുപോലെ സംരക്ഷണം കൊടുത്ത് വന്ന മോഡിജിയുടെ ഗവൺമെന്റിന് അഭിമാനപൂർവ്വം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. നിങ്ങൾ എല്ലാവരും അത് ചെയ്യണം. ഓരോ ബൂത്തിലും മോഡിജി ഗവൺമെന്റ് ചെയ്തത് എന്താണെന്ന് അറിയിക്കണം. അതിനുള്ള സംവിധാനം കൃത്യമായിട്ട് ഓരോ ബൂത്തിലും ഉണ്ടാകണം. അത് പലതും ഇവിടുത്തെ ഗവൺമെന്റ് കോപ്പി അടിച്ച് അവരുടെ ചിഹ്നം വെച്ച് നമ്മള് കണ്ടായിരുന്ന പ്രളയ സമയത്ത് നമ്മളൊക്കെ കൊണ്ടുകൊടുത്ത സാധനങ്ങള് മോഷ്ടിച്ചു കൊണ്ടുപോയി അവരുടെ സീൽ വെച്ച് കൊടുത്ത പോലെ ഇവിടെ നടത്തുന്നുണ്ട്. അത് മനസ്സിലാക്കണം. മറ്റൊരു കാര്യമുള്ളത്, ഈ സ്ഥാനാർത്ഥിക്കുള്ള ഒരു പ്രത്യേകത കേരളത്തിന്റെ ഇന്ത്യയുടെ സ്ത്രീ ശാക്തീകരണം, സുഷമ സ്വരാജ്, അതുപോലെ നിർമ്മല സീതാരാമൻജി, നിരവധി വനിതകളുണ്ട്. നമ്മുടെ കേരളത്തിന്റെ വനിതാ ശാക്തീകരണത്തിന്റെ ഒരു സാക്ഷ്യപത്രമാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ MP ആകാൻ പോകുന്ന ശ്രീമതി ശോഭ സുരേന്ദ്രൻ. അത് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറയണം. പണ്ടൊക്കെ ലൈഫ് ബോയുടെ ഒരു പരസ്യമുണ്ട്. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട്. ഇപ്പൊ എന്താണ്? എവിടെ CPM ഓഫീസുണ്ടോ അവിടെ പീഡനമുണ്ട്. അത് കഴിഞ്ഞാല് ആ പീഡനത്തിന്റെ തീവ്രത അളക്കാൻ തീവ്രത കമ്മിറ്റിയുണ്ട്. അതാണ് സ്ത്രീ സുരക്ഷയിൽ ഈ ഗവൺമെന്റ് ചെയ്ത സേവനം. അതെല്ലാം മാറ്റി സ്ത്രീ ശരിയായിട്ട് സുരക്ഷയാണെന്ന് ഉറപ്പാക്കാനായിട്ട് ഈ 3 വർഷം ഇലക്ഷനാണ്. പാർലമെന്റ്, തദ്ദേശ സ്വയംഭരണം, അസംബ്ലി. ഞാൻ നിങ്ങളോട് ഒരു കാര്യത്തിൽ ഉറപ്പ് പറയുന്നു. ഇത് കഴിഞ്ഞ തവണത്തെ പോലെ ഇലക്ഷനൊന്നുമല്ല. ഏതെങ്കിലും ചാനലില് അപൂർവം ചിലർക്ക് വളരെ വിഷമമുണ്ട് സത്യം പറയാൻ. കാലത്തൊട്ട് വൈകുന്നേരം വരെ ചിലര് അസത്യം മാത്രം പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും അതൊക്കെ നിലനിന്നാലും സത്യത്തിനെ മൂടി വയ്ക്കാൻ ആകില്ല. ചെയ്ത നന്മകൾ പുറത്തു വരും. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും ധൈര്യപൂർവം എല്ലാവരെയും കാണിക്കാവുന്ന ഒരു ഭരണമാണ് നീതിയുടെ, തുല്യതയുടെ, എല്ലാവരെയും സംരക്ഷിച്ചതിന്റെ അടിസ്ഥാനപരമായ ഭരണം. ഒരുപക്ഷെ മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായ ഏറ്റവും നല്ല ഭരണമാണ് മോഡിജി കാഴ്ചവെച്ചത്. അപ്പോൾ ആ മോഡിജിക്ക് വേണ്ടി ഇപ്പൊ ചിലരൊക്കെ പറയുന്നത്, നിങ്ങളൊക്കെ അവിടെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് കുമ്മനംജിയെ ജയിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന്. കുമ്മനംജിക്ക് ജയിക്കുന്നെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും വേണ്ട. നിങ്ങൾ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത 50% കുറെ വോട്ട് കിട്ടുകയാണെങ്കിലല്ലേ അഡ്ജസ്റ്റ്മെന്റ് നടക്കും. ഞങ്ങൾ ഈ സീറ്റുകളിലെല്ലാം 50%-ലധികം തന്നെ ജനങ്ങളുടെ പിന്തുണ നേടും, വോട്ട് നേടും. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോ, കോമ സഖ്യമോ എന്ത് സഖ്യമോ ഉണ്ടായിക്കോ,
പക്ഷേ അതൊന്നും ഇനി വില പോവില്ല. ജനങ്ങൾക്ക് വിവരം വെച്ചു. ജനങ്ങള് കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് ഇവിടെ നടന്ന വിവേചനം മനസ്സിലായി. അതുകൊണ്ട് ഇനി ആ വിവേചനം ഇവിടെ നടക്കാൻ സാധ്യമല്ല. നമ്മൾ എല്ലാവരെയും തുല്യതയോടെ കാണുന്ന ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത അരുവിക്കരയിൽ ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി വട്ടമിട്ട് ഇവിടെ വന്നാല് ശിവഗിരി നമ്മളൊരു റൗണ്ട് ചെയ്താല് ഈ മണ്ഡലം ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ചരിത്രപരമായി തന്നെ നവോത്ഥാനം, ഇവരൊക്കെ പറയുന്നു നവോത്ഥാനമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നവോത്ഥാനം ശശിമാരി നടത്തുന്നതല്ല. ഇവിടെ ഏതെങ്കിലും ശശി ഇരിക്കുന്നെങ്കിൽ വിഷമിക്കില്ല. ഞാൻ ആ ശശിയല്ല ഉദ്ദേശിച്ചത്. കാരണം അല്ല, ഞാൻ തമാശ പറഞ്ഞതല്ല. എറണാകുളത്ത് പാർട്ടി സെക്രട്ടറിയുടെ അവർ തന്നെ വീഡിയോ പിടിച്ചു. കണ്ണൂർ പാർട്ടി സെക്രട്ടറിയുടെ അവർ തന്നെ അവിടെ പിടിച്ചു. ഷൊർണൂര് പാർട്ടി MLA അവർ തന്നെ പിടിച്ചു. BB ചെറിയാൻ അദ്ദേഹത്തിന്റെ ഒരു ഇതുണ്ട്. ഒരു പാർട്ടി പ്രവർത്തക ഗർഭിണിയായപ്പോൾ സംഭവിച്ച കാര്യം പാർട്ടി യോഗം കൂടി തീരുമാനിച്ചു അവർ ഗർഭിണിയല്ലാന്ന്. പക്ഷെ 10 മാസമായപ്പോൾ അവർ പ്രസവിച്ചു. പാർട്ടി വീണ്ടും യോഗം കൂടിയിട്ട് പറഞ്ഞു അവര് പാർട്ടി തീരുമാനത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കിട്ടും. BB ചെറിയാൻ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ പറഞ്ഞതാണ്. ഈ രീതിയില് സ്ത്രീകളെ നോക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്. അതൊന്ന്. 2, ഇവിടുത്തെ MP 10 വർഷം MP ആയിരുന്നു. എന്ത് നടന്നു? എന്തെങ്കിലും ഇവിടെ നടന്നെങ്കിൽ നിതിൻ ഗഡ്കരിജി BJPയുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ട് തുറമുഖ മന്ത്രിയായിട്ട് വന്നതിന് ശേഷമേ നടന്നിട്ടുള്ളൂ. കടലും നാടും കാടും ഒക്കെ ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തില് തീർച്ചയായിട്ടും ശ്രീമതി ശോഭാ സുരേന്ദ്രന് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യങ്ങൾ, തൊഴിലുണ്ടാക്കാൻ തദ്ദേശമായിട്ട് എല്ലാ കാര്യങ്ങളിലും സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര കാര്യം മാത്രമാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷെ ഇത്രയധികം ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കീഴിൽ നടന്ന പ്രവർത്തനങ്ങൾ നോക്കുക. എന്തെല്ലാം നടന്നു? ഇപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് പശുവിന്റെ പേരിൽ അത് നടന്നു ഇത് നടന്നു. പശുവിന്റെ പേരിൽ 5 കൊല്ലം ചില ബോധമില്ലാത്തമാര് അത് പലതും ട്രെയിനിൽ അടിപിടിയായിരുന്നു. ചില ബോധമില്ലാത്തമാര് ചെയ്തത് എല്ലാം കൂടി എടുത്താലും ഇവിടെ CPM-കാര് കൊന്നുകൂട്ടിയവരുടെ പകുതിയില്ല 3 കൊല്ലം കൊണ്ട്. അത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്, അതും സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ പല മീഡിയയും കേരളത്തിൽ കാണിക്കുന്നത് അതാണ് വലുത്, അതാണ് വലുത്. ഇപ്പൊ 13 വയസ്സായ കുട്ടിയെ ആരെ തട്ടിക്കൊണ്ടുപോയത്? ഒരു വർഷമായ ഒരു ജസ്റ്റിനെ കാണാതായിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല, ആഘോഷമാണ്. നമ്മുടെ നാട്ടില് പ്രളയം വന്നിട്ട് ഒരു വീട്ടിൽ കയറാൻ സാധിക്കാത്ത സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉള്ളപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മൾ എങ്ങനെയാ ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്നതെന്നാണ്. അതാണ് സർക്കാരിന്റെ നയം. കമ്മ്യൂണിസം എന്നും ദാരിദ്ര്യത്തെ മാത്രം പൊളിക്കുന്ന ഒരു സംസ്കാരമാണ്. ദാരിദ്ര്യമില്ലെങ്കിൽ കമ്മ്യൂണിസം ഇല്ല, അന്ന് തീർന്നു. അതുകൊണ്ട് നേതാക്കൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ദരിദ്രരായിരിക്കണം. നിങ്ങൾ നോക്കിക്കോളൂ, കൈത്തറി മേഖല, കയർ മേഖല, കശുവണ്ടി മേഖല, ഇതിലൊക്കെ ഇവരാണ് കടന്നു വന്നത്. ഇന്ന് അവിടുത്തെ സ്ത്രീകളും തൊഴിലാളികളും എന്ത് ചെയ്യുന്നു? ഇതിനെല്ലാം വലിയ മാറ്റം വരും. ആദ്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പിന്നീട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, അടുത്തത് ഞാൻ പറയുന്നു നമ്മൾ ശരിയായി 1.5 വർഷം പ്രവർത്തിച്ചാൽ ത്രിപുരയിൽ സംഭവിച്ചതുപോലെ 2021 ഇവിടെ ഒരു LDA ഗവൺമെന്റ് ഉണ്ടാകും. അതുകൊണ്ട് തികച്ചും വിവേചനപരമായിട്ട് പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥരെന്ന് ഓർത്തോണം. എന്താണ്? ഒരു ഹർത്താൽ നടത്തിയാൽ 1097 കേസ്, 70,000 BJP സംഘം, അയ്യപ്പ
സേവാ സംഘം അങ്ങനെയുള്ള എല്ലാ പ്രവർത്തകരെയും ജയിലിലാക്കാൻ ഈ 8-നും 9-നും അത് കഴിഞ്ഞ് ജാനുവരി 8-നും 9-നും കേരളം മുഴുവൻ അടച്ചിട്ടു. ഒരു വർഷം കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര വരുമാനം 6.25 ലക്ഷം കോടി രൂപയാണ്. 2 ദിവസം അടച്ചിട്ടാൽ 2.25 ലക്ഷം കോടി രൂപ ഈ പിണറായി വിജയൻ കൊടുക്കുവോ? അങ്ങനെയല്ലേ ഇത് അടച്ചിട്ടത്? 2 ദിവസം ശമ്പളം കൊടുക്കാനായിട്ട് ഓർഡറും കൊടുത്തു. അപ്പൊ അതുകൊണ്ട് വിവേചനപരമായിട്ട് പെരുമാറരുത്, നീതിപൂർവം, റൂൾ ഓഫ് ലോ. ഏതെങ്കിലും നിങ്ങൾ പറയുക പോലീസിനോട് നിയമം അനുസരിച്ച് പെരുമാറുക, മുഖം നോക്കാതെ പെരുമാറുക, അതാണ് ചെയ്യേണ്ടത്. അതില്ലെങ്കിൽ പരമാവധി 2021 വരെ, ഞാൻ പറയുന്നത് പരമാവധിയുടെ കാര്യമാണ്, അത് കഴിഞ്ഞാൽ മാറും. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മുടെ ചെയ്ത കാര്യങ്ങൾ, ഇവിടുത്തെ MP എന്ത് ചെയ്തു 10 വർഷം ഉണ്ടായിട്ട്. ഇന്ന് ഞാനൊക്കെ SP ആയിരിക്കുന്ന സമയത്ത് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തെത്താൻ എടുക്കുന്നതിലധികം സമയം ഇന്ന് ആറ്റിങ്ങലിൽ നിന്ന് തിരുവനന്തപുരത്ത് എടുക്കാൻ എടുക്കും. ഇതിന് മാറ്റം വേണ്ടേ? ആറ്റിങ്ങലിൽ നല്ല ബൈപ്പാസ് വേണ്ടേ? അതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ വേണ്ടേ? വേണം. അതിന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വേണം. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എല്ലായിടത്തും എത്തുക. ഈ ആവേശം നിങ്ങൾ ഏപ്രിൽ 23 വരെ ഉണ്ടാകണം. എല്ലാവർക്കും എന്താണ് മോഡിജി ചെയ്തത്, എന്താണ് അതിന്റെ ഗുണം, എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാതെ പോയി കേരളത്തിന്, അത് എങ്ങനെ കിട്ടും, അത് ഒരു ഭാഗം. എന്താണ് MP ചെയ്തത്, എന്താണ് ഈ ഗവൺമെന്റ് ചെയ്തത്, എന്തൊക്കെയാണ് ഈ ഗവൺമെന്റിന്റെ നയം, എന്തൊക്കെയാണ് ഈ ഗവൺമെന്റ് പ്രോമിസ് ചെയ്തത്, എന്ത് നടപ്പാക്കി, അതുപോലെ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുക. നമ്മുടെ പേരിൽ അടിച്ചേൽപ്പിക്കാം എന്ന് കരുതുന്ന അഹങ്കാരം ഇതോടെ നിർത്തണം. അതുകൊണ്ട് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ നമ്മളെല്ലാം പ്രവർത്തിക്കണം. അതിന് എല്ലാ പ്രാർത്ഥനകളും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് എല്ലാ പ്രാർത്ഥനയോടെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കും ശ്രീമതി ശോഭാ സുരേന്ദ്രന് വിജയശ്രീയായി ഇവിടെ MP ആയി പാർലമെന്റിൽ പോയി ആറ്റിങ്ങലിന്റെയും കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഭാഗതയിൽ നിർണ്ണയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. ഏത് മുന്നണിക്ക് ഇത് സാധിക്കും? ഇന്ന് പലരും പരാതി പറയുന്നു, NDAയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല, പ്രഖ്യാപിച്ചു കഴിഞ്ഞു പറഞ്ഞു ഒരെണ്ണം കൂടി എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല. പറഞ്ഞു കേട്ടാത്തൊന്നും അവരാണ് തീരുമാനിക്കുന്നത്, തീരുമാനിക്കേണ്ടവരുടെ തീരുമാനിക്കും. അവർ ഉന്നതാധികാര സമിതി, ഇലക്ഷൻ കമ്മിറ്റി, ഇവിടെ ഈ ഭാരതത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന മുന്നണിയാണ് NDA. അത് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം എന്നുള്ളതിലേക്കാണ് ഇവിടെ തെരഞ്ഞെടുപ്പ്. 3ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ തന്നെ എന്തുകൊണ്ടാണ് ഇവരെ പ്രഖ്യാപിക്കാത്തതെന്ന് പറഞ്ഞ ഒക്കെ NDA കുഴപ്പമാണ്, ആകെ അഭിപ്രായ വ്യത്യാസമാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തുന്നവർ വാസ്തവത്തിൽ അവർ ജനങ്ങളെ ദീർഘകാലം ഇങ്ങനെ കബളിപ്പിക്കാം എന്ന് വ്യാമോഹിക്കുന്ന ജനങ്ങൾക്കിതൊക്കെ അറിയാം. കാരണം അവർക്ക് കേരളത്തെ കുറിച്ച് 8 സീറ്റ് എങ്ങനെയെങ്കിലും പ്രഖ്യാപിക്കുന്നുണ്ട്. അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM എന്ത് സ്ഥാനമാണ്? അവർക്ക് ഈ ഭാരതത്തിലെ അവരിങ്ങനെ പറഞ്ഞതൊക്കെ ഇപ്പൊ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് ദുർബലരായ 6 സ്ഥാനാർത്ഥികളെ NDA നിർത്തിയിരിക്കുന്നതാണ്. ദുർബലരായ സ്ഥാനാർത്ഥികൾ നിർത്തിയത് കോൺഗ്രസിനെ വിജയിപ്പിക്കാനാണ്. ഈ ദുർബലരായ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശത്തിലാണ് വടകരയിൽ അവിടെ മുരളീധരനെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ BJP സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത് പറയുന്നത്. കൊല്ലത്ത് ദുർബലനായ ഒരു സ്ഥാപൂരിയാണ് നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ ദുർബലനായ സ്ഥാനാർത്ഥി എന്ന് കൂടെ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം കോടിയേരി ബാലകൃഷ്ണനെ പോലെ നല്ല തടിയും തണ്ടവും ഒക്കെ ഉള്ള അദ്ദേഹത്തിന്റെ
പറ്റുന്ന അത്രയും ദുഃഖവും ഒക്കെയുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല എന്നാണ്. അങ്ങനെയാണ് ദുർബലനായ സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ അവരോട് പറയാൻ ചവനപ്രാവശ്യം ദിവസം കഴിക്കാൻ പറ്റും. ഈ ദുർബലനായ സ്ഥാനാർത്ഥി വടകരയിൽ ദുർബലനാമോ PK നമ്മുടെ സജീവൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി കടന്നു വന്ന് നിരവധി സമരങ്ങൾ നയിച്ച് ജനങ്ങളുടെ മുഴുവൻ തന്നെ വിശ്വാസമാർജിച്ച് മലബാർ പ്രദേശത്ത് എമ്പാടുള്ള ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഒരു യുവ നേതാവാണ് സജീവൻ. ആ സജീവൻ ഇതിനു മുമ്പും മത്സരിച്ചിട്ടുണ്ട്, നിരവധി ഈ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. യുവാവ് ശരിയാണ്. ഒക്കെയായിട്ട് CG വിഭജനം നടത്തുകയാണ്. ബംഗാളിൽ കോൺഗ്രസും CPM വിഭജനം നടത്തുക. അവിടെയെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഇവിടെ കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രിയും പറയുന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം BJPയെ തോൽപ്പിക്കുക എന്നാണ്. രമേശ് ചെന്നിത്തല പറയുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നേതാക്കന്മാരെ, നിങ്ങൾ ആരെയാണ് ജയിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെ തോൽപ്പിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ ആരെയാണ് ജയിപ്പിക്കാൻ പോകുന്നത്? ജയിച്ചു കഴിഞ്ഞാൽ ലോക്സഭയിൽ ചെന്നാൽ നിങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരെയാണ് നിശ്ചയിക്കാൻ പോകുന്നത്? ആരെയാണ് വെല്ലുവിളിക്കാൻ പോകുന്നത്? പറയട്ടെ, ഇപ്പോൾ പറയാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുക. നിങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ആർക്ക് വേണ്ടി കൈവക്കും? ഉജ്ജ്വലമായ വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് CPM-നോടും കോൺഗ്രസിനോടും പറയാനുള്ളത്, നിങ്ങൾ ഈ ഇരുട്ടത്ത് നടത്തുന്ന ബാന്ധവം എന്തുകൊണ്ട് വെളിച്ചത്ത് വന്ന് ജനങ്ങളോട് പറഞ്ഞുകൂടാ? ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള രഹസ്യം എന്തുകൊണ്ട് പരസ്യമായി ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞുകൂടാ? നിങ്ങൾ എന്തിന് ജനങ്ങളെ കബളിപ്പിക്കണം? എന്ത് നേട്ടമാണ് ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നത്? NDA സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷി നേതാക്കന്മാരുടെ ഇരിപ്പുണ്ട്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒത്തൊരുമിച്ച് ഒന്നായി നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. വേണ്ടിയാണ് നിൽക്കുന്നത്. ഈ 20 നിയോജകമണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങളുടെ പ്രധാനമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ധീരനായ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലയുയർത്തി ഭാരതത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ച ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഞങ്ങൾക്കതിൽ സംശയവുമില്ല. 59,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പണം നൽകിയത്. 59,000 കോടി രൂപ. ഇവിടുത്തെ നാഷണൽ ഗ്രാമീണ റോഡ്, അതുപോലെ വൈദ്യുതീകരണം, ഈ തൊഴിലുറപ്പ് പദ്ധതി, എത്ര പദ്ധതികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ. കേരള സർക്കാർ എന്തുകൊണ്ട് ഇതൊക്കെ മറച്ചു വെക്കുന്നു? കേന്ദ്രം കൊടുക്കുന്ന ഒരു പണത്തിനും ചെലവഴിച്ചതിന്റെ കണക്ക് കൊടുക്കുകയില്ലാത്ത ഒരേ ഒരു സർക്കാർ കേരള സർക്കാരാണ്. I feel there is an understanding among them. And I am sure people of Kerala understand this in coming days.